ഇനി എങ്ങനെയാണ് മെറ്റാ ആഡ്സിലേക്ക് നമുക്ക് ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ പേയ്മെൻറ്റ് മെത്തേഡ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പേയ്മെൻറ്റ് മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആദ്യം ആഡ്സ് മാനേജറിലേക്ക് ചെന്ന് കഴിഞ്ഞ് ലെഫ്റ്റിൽ താഴെയായിട്ട് നമുക്ക് ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, UPI, Paytm, നെറ്റ് ബാങ്കിങ്, പിന്നെ നാട്ട് ക്രെഡിറ്റ് കിട്ടും. സോ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. സോ നമുക്കിവിടെ പോസ്റ്റ് പെയ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആയിട്ട് നമുക്ക് ഫണ്ട് ഓട്ടോമാറ്റിക് ഡെബിറ്റ് ആവും. അതല്ല പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നമ്മൾ എത്രയാണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു എമൗണ്ട് അനുസരിച്ചായിരിക്കും നമുക്ക് ഫണ്ട് സ്പെൻഡ് ചെയ്ത് പോകുന്നത്. സോ അത് കാണാൻ വേണ്ടി നിങ്ങൾ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്കിവിടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് കാണിച്ചു തരും. അത് ഞാനിവിടെ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് ലോഡാവും. ലോഡായി കഴിയുമ്പോഴത്തേന് നമുക്ക് പേയ്മെൻറ്റ് ആക്ടിവിറ്റിയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ഇവിടെ കാണിച്ചു തരും. നമുക്കിനി ഫണ്ട് ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ, അതായത് പേയ്മെൻറ്റ് മെത്തേഡ് ചെയ്തതിന് ശേഷമാണ് ഫണ്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ് നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇനി അതല്ല UPI വേറെ എന്തെങ്കിലും പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് UPI, ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്നും ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ മെറ്റാ ആഡ്സിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.